നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ട്. നമ്മൾ ഓരോ ആളുടെയും ജീവിതത്തിന് ഒരു താളമുണ്ട്. ഈ താളത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നിറഞ്ഞ സമാധാനത്തെ കണ്ടെത്തി അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത്. എന്തുകൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്നില്ലേ? നമ്മൾ നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാൾ നേടിയ നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാവണം, എപ്പോഴാണ് എനിക്ക് ആ നേട്ടം നേടാൻ കഴിയുക? ഈ വക ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതാണ് നമ്മെ സമാധാനക്കേടിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം സ്വാഭാവികതയോടെ തനിമയോടെ ജീവിച്ച് തീർക്കാൻ കഴിയില്ല. ഒരു മരം മറ്റൊരു മരവുമായിട്ട് മത്സരിക്കുന്നില്ല. ഒരു ചെടി മറ്റൊരു ചെടിയായിട്ട് മാറാൻ നോക്കുന്നില്ല. അതേപോലെ ഒരു പൂവ് മറ്റൊരു പൂവായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മറ്റൊരാളായിട്ട് മാറാൻ നോക്കുന്നു. നമ്മളെ താരതമ്യം ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഇതാണ് നമ്മുടെ വേദന. ഒരു വിത്ത് പൂവായിട്ട് മാറാൻ സമയമെടുക്കും. ആ ഒരു വിത്തിനെ വലിച്ചു നീട്ടിയാൽ വേഗം വിത്ത് വളരില്ല. ആ വിത്ത് നശിക്കുക ചെയ്യുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത്. വേഗതയിൽ ഒഴുകുന്ന ജീവിതമാകരുത് നമ്മുടെ ജീവിതം. മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മളായിട്ടിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തെ അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. നമ്മളൊരു കുഞ്ഞായിരുന്ന സമയത്ത് മറ്റൊരു കുഞ്ഞായിട്ട് മാറാൻ നമ്മൾ നോക്കിയിട്ടില്ല. തനിമയോടെ സ്വാഭാവികതയോടെ ഒരു കുഞ്ഞായിട്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്തത്. വളരുമ്പോൾ വളർച്ചയ്ക്ക് ഇടയിൽ നമ്മളെ താരതമ്യം ചെയ്യുന്നു, മറ്റൊരാളെ താരതമ്യം ചെയ്യുന്നു. അവിടേക്ക് എനിക്ക് എത്തണം, എന്തുകൊണ്ടാണ് എനിക്ക് എത്താൻ കഴിയാത്തത്? ഈ വക ചിന്തകളുണ്ടാകുന്ന മനസ്സിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ ആ ചിന്തകളടങ്ങി മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേഗതയല്ല ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഓരോ നിമിഷവും ബോധത്തോടെയുള്ള ജീവിക്കലാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒരു ദിവസം അല്പം വളരുക, ഓരോ നിമിഷവും ബോധത്തോടെ ജീവിക്കുക. ആ ഒരു ജീവിക്കല് നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തിൻ്റെ അരികിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷവും നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. ഇനി നമുക്കൊരു നേട്ടം നേടണമെന്നുണ്ട്, ആ വേഗത്തിൽ നേടാൻ നമ്മൾ ആഗ്രഹിക്കരുത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ആ നേട്ടം നമ്മുടെ അരികിലേക്ക് വരും. ഇവിടെ നമുക്ക് വേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ആ ഒരു മനസ്സാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിദ്യ അഭ്യസിക്കാൻ വന്നു, വർഷങ്ങൾ കുറേ കഴിഞ്ഞു. പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ വളരെ മുന്നിലെത്തി. എനിക്കവിടേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഗുരു ശിഷ്യനെയും കൊണ്ട് 2 മരങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് പോയി. അതിൽ ഒരു മരം വലുതായിരുന്നു, ഒരു മരം ചെറുതായിരുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു മരം ചെറുതായിരിക്കുന്നത്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ചെറിയ മരം വലിയ മരമായിട്ട് മാറും. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു, മരത്തെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് ഉത്തരവുണ്ടോ? അതേ സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഈ ഉത്തരം നിനക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. നീയായിട്ട് ജീവിക്കുമ്പോഴാണ് സമാധാനത്തോടെ നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. ആ ഒരു ജീവിതത്തിൽ സമാധാനമുണ്ട്, നമ്മൾ അന്വേഷിക്കുന്ന ആ ആനന്ദവും ഉണ്ട്. ജീവിതം എപ്പോഴും ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതുമാണ്. അതേസമയം അതിരറ്റ മാധുര്യമാർന്ന ഗാനവുമാണത്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറുതായുള്ള അറിവ് വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ മനോഹരിതയും ആ ഒഴിഞ്ഞ അവസ്ഥയും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾ ജീവിതത്തെ ഒരു മത്സരമായിട്ടാണ് കാണുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ മത്സരമില്ല. മത്സരമായിട്ട് കാണുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ട്. അത് നമ്മൾ അനുഭവിക്കണം. ജീവിതത്തെ ഒരു നദി പോലെ കാണുക, ഒഴുകുക മാത്രം ചെയ്യുക, സാഹചര്യങ്ങൾക്ക് ഇണങ്ങി ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ആകാശത്തിൻ്റെ നിറവിലാണ് ജീവിക്കുന്നത്. അവിടെ ശൂന്യമായിട്ടുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവുക. ആ ഒരു ശൂന്യത നമ്മൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒന്നും നേടണമെന്നില്ല, എവിടെയും എത്തിച്ചേരണമെന്നില്ല, ആരുമായിട്ട് നമുക്ക് മത്സരവുമില്ല. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ ഓരോ സർവ്വജീവജാലങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊന്നും മറ്റൊന്നുമായിട്ട് മത്സരിക്കുന്നില്ല. നമ്മൾ മാത്രമാണ് നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്, മറ്റൊരാളുമായിട്ട് നമ്മൾ മത്സരിക്കുന്നത്. വളരെ കുറഞ്ഞ വർഷങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതമുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുക. ഈ ഒരു തിരിച്ചറിവ് ഉള്ളിൽ ഉണർന്ന് അതൊരു അനുഭവമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്ന സമാധാനം നമുക്ക് ചുറ്റുമുള്ളതിൽ മാത്രമല്ല ഉള്ളത്. ഞാൻ അന്വേഷിക്കുന്നതെല്ലാം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു പരിശീലനമാണ് വേണ്ടത്. ആ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. പക്ഷേ നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്, വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ നമുക്ക് കഴിയില്ല. ഇനി അഥവാ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ പിരിമുറുക്കവും സംഘർഷങ്ങളും ഉത്കണ്ഠയും ഭയവും ആ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞിട്ട് സ്വാഭാവികതയോടെ തനിമയോടെ
ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ലാളിത്യത്തോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്ക് ജീവിതം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കലാണ് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ